ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ കൊണ്ട് എനിക്ക് 30 വയസ്സായി. അതുകൊണ്ട് തന്നെ പുതിയതിന്റെ തുടക്കം എന്നൊക്കെ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ അങ്ങ് തോന്നിയത് കൊണ്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. 30 എനിക്ക് അടിപൊളിയായിരിക്കും, ആ ഒരു ഫീലൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 5-6 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റ് ബർത്ത്ഡേ എൻ്റെ ലൈഫിലേ ഉണ്ടായിട്ടുണ്ടാവില്ല. കാര്യം ആദ്യം അമ്പലത്തിൽ പോയ 2 അമ്പലവും പൂട്ടിപ്പോയി. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടാണുള്ള ഒരു തോന്നൽ കൊണ്ട് ഞാൻ ആശ്വസിച്ചു. പിന്നെ അങ്ങോട്ടേക്ക് നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അപ്പോഴും ഞാൻ കൈവിട്ടില്ല. 30 വയസ്സായതുകൊണ്ടൊന്നും അറിയത്തില്ല, ആർക്കും ഒരു വില ഉണ്ടായിരുന്നില്ല. വലുതായാലും പോത്തുപോലെ ആയാലും എന്തിനാ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതെന്നുള്ളൊരു വിചാരമായിരിക്കാം. പാവം എൻ്റെ അമ്മ മാത്രം കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയോ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഇന്നലെ ഫോൺ 5 തവണ വീണു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഒരു മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടാണ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇപ്പോഴും ജീവനോട്. പിന്നെ സുഭിഷ്ടമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരുന്ന് കരഞ്ഞു, ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു. നില ഉറങ്ങിയത് കൊണ്ട് സമാധാനമായിട്ട് കരയാൻ പറ്റി. അതായിരുന്നു ഇന്നത്തെ ഒരു വലിയൊരു പ്ലസ്. അതിനിടയിൽ അമ്മ പായസവും കൊണ്ട് തന്നിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ടായി. പിന്നെ ഹരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് അത് ആകെ മൊത്തം ചീഞ്ഞ് കൊളായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കേക്ക് എന്തേ പൊട്ടിയതെന്ന് ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമ്പോഴെങ്കിലും ഭക്ഷണവും കഴിച്ച ഒരു കൊറിയർ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കേക്ക് വന്നപ്പോഴേലും ദേണ്ട കിടക്കണോ ഇതും പൊട്ടിയിട്ട്, ഇതോട് കൂടിയിട്ട് മൊത്തത്തിൽ പൊട്ടി. ഇപ്പൊ ഞാൻ ശരിക്കും മുഖം കൊണ്ട് പോസ്റ്റ് കാണിക്കല്ലേ, ഇരുന്ന് കരയാണ്. ഈ കേക്കെങ്കിലും മര്യാദയ്ക്ക് മുറിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതും കൂടി കത്തിയിട്ടില്ലെങ്കിൽ ശുഭം. പക്ഷെ അതും നടന്നില്ല. പിന്നെ ഞാൻ മെഴുകുതിരിയും കത്തിച്ച് ഞാൻ തന്നെ പാട്ടുപാടി ഞാൻ തന്നെ മുറിച്ച് സമാധാനിപ്പിച്ചു. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലൊരു കുട്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫൈനൽ 2026 എൻ്റെ ഒരു വിഷും പറഞ്ഞിട്ട് ഞാനത് ഊതിയിട്ടുണ്ടായി. അതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു.